ഈ 3 കാരണങ്ങളാണ് 2025 കൂടുതൽ PR റെഫ്യൂസൽസിന് കാരണമായത്. PR ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്യുക. The number 1 reason is misrepresentation. മിസ്റെപ്രസെൻറ്റേഷൻ പൊതുവെ സംഭവിക്കുന്നത് മുന്നുണ്ടായ വിസ റിജക്ഷൻസ് ഡിക്ലെയർ ചെയ്യാതിരിക്കുമ്പോൾ ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ ലെജിറ്റിമേറ്റോ അല്ലാത്ത ഒരു ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കുമ്പോഴാണ്. അത് പേ സ്ലിപ്സ് ആവാം, ഓഫർ ലെറ്റേഴ്സ് ആവാം, മറ്റ് ഡോക്യുമെന്റേഷൻസ് ആവാം. PR ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ലെജിറ്റിമേറ്റും കംപ്ലീറ്റുമാണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. രണ്ടാമത്തെ മേജർ റീസൺ ഫെയിലിയർ ടു മീറ്റ് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്. CEC, PNP, RCIP, AIP പ്രോഗ്രാംസിൻ്റെ എല്ലാം റിക്വയർമെന്റ്സ് ഡിഫറെൻ്റ് ആണ്. അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിവില്ലാതെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്ഷന് കാരണമാണ്. മൂന്നാമത്തെ പ്രധാന കാരണം മെഡിക്കൽ, ക്രിമിനൽ ആൻഡ് സെക്യൂരിറ്റി ഇൻഅഡ്മിസിബിലിറ്റി ആണ്. പൊതുവെ നമ്മൾ PR പറ്റി ആലോചിക്കുമ്പോൾ CRS കാൽക്കുലേഷനെ പറ്റിയും കട്ട് ഓഫിനെ പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഈ ഡോക്യുമെന്റേഷൻസ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാനഡയിലേക്ക് ഇൻഅഡ്മിസിബിൾ ആകാനും ബാൻ ആകാൻ വരെ സാധ്യതയുണ്ട്. സോ മേക്ക് ഷുവർ യു ഹാവ് ഓൾ ദി ഡോക്യുമെന്റേഷൻസ്. നിങ്ങളുടെ PR പ്രൊഫൈലിൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരുത്തിയ ആളാണോ നിങ്ങൾ, അല്ലെങ്കിൽ വരുത്താൻ സാധ്യതയുണ്ടോ? താഴെ PR എന്ന് കമന്റ് ചെയ്യൂ. ഞങ്ങളുടെ ടീം ഒരു ഫ്രീ PR കൺസൾട്ടേഷനായി നിങ്ങളെ പേഴ്സണലി വിളിക്കുന്നതായിരിക്കും.